കൊല്ലം ഏഴുകോണിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് രതീഷ് കളിത്തട്ടിൽ കോൺഗ്രസ് വിട്ടു. രതീഷ് CPM-ൽ ചേരും. മന്ത്രി KN ബാലഗോപാൽ രതീഷിനെ CPM-ലേക്ക് സ്വീകരിക്കും. പാർട്ടിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് രതീഷ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കോൺഗ്രസിൽ പാർട്ടിയുടെ അവഗണനയെ തുടർന്നാണ് രതീഷ് CPM-ലേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം രാജിക്കത്ത് കൊല്ലം DCC പ്രസിഡന്റിന് കൈമാറിയിരുന്നു. ആ രാജിക്കത്തിൽ പറയുന്നത് ഇത്രയേറെ, അതായത് കൊല്ലം എഴുകോൺ ഗ്രാമപഞ്ചായത്ത് അത് CPM-ന്റെ പക്കൽ പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അത് ഈ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതും അവിടെ അദ്ദേഹം മെമ്പർ ആവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത്രയേറെ പാർട്ടി പ്രവർത്തനം സർവ്വതും സഹിച്ചു നടത്തിയിട്ടും അതിനൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു അംഗീകാരം നൽകാൻ കോൺഗ്രസ് പാർട്ടിക്കായില്ല. അതിൽ മനം നൊന്തുകൂടിയാണ് ഈ അവഗണന സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് പലവട്ടം ഇതിന്റെ ഉന്നത നേതൃത്വങ്ങളെ പരാതിപ്പെട്ടിട്ട് പോലും പരിഹരിക്കാൻ തയ്യാറായില്ല. ഇത്രയേറെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഈ രതീഷിന്റെ പരാതി. ആ പരാതിയുടെ ഒരു പരിണാമം, അതിന്റെ ഒരു അനന്തര ഫലം എന്ന നിലയിൽ അദ്ദേഹം രാജിക്കത്ത് നൽകി. ആ രാജിക്കത്ത് നൽകിയെന്ന് മാത്രമല്ല, CPIM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ പാർട്ടിയിലേക്ക് ഇന്ന് അദ്ദേഹം കടന്നു വരികയാണ്. ഇന്ന് അല്പസമയത്തിനകം എഴുകോണിൽ പാർട്ടി ഓഫീസിൽ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം പതാക ഏറ്റുവാങ്ങും. മന്ത്രി KN ബാലഗോപാൽ അദ്ദേഹമായിരിക്കും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാൽ അദ്ദേഹത്തിന് പതാക കൈമാറി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കും. രശ്മി, ശരി. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.